സ്ഥിതി മാറാനുള്ള ഒന്നാമത്തെ വഴി നാം പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക, മറ്റൊരാൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരണം. ധാരാളം ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രദറെ എൻ്റെ സ്ഥിതി എന്ന് മാറും? എൻ്റെ സ്ഥിതി മാറുമോ? അതോ ഞാൻ ഇങ്ങനെ എൻ്റെ ലൈഫ് അവസാനിപ്പിക്കത്തേ ഉള്ളൂ? അല്ല, നിന്റെ സ്ഥിതിക്ക് ഉടനെ മാറ്റമുണ്ട്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യമാണെന്ന് ധ്യാനിക്കുന്നത്. ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. വർഷങ്ങളായിട്ട് സ്ഥിതി മാറാൻ കഴിയാതെ ഒരേ അവസ്ഥയിൽ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ സ്ഥിതി മാറാൻ നാം എന്ത് ചെയ്യണം? യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. സ്ഥിതി മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്ന്, നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. 2, നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ഈ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യം ദൈവം പരിഗണിക്കും. അങ്ങനെ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. അപ്പൊ സ്ഥിതി മാറാനുള്ള ഒന്നാമത്തെ വഴി നാം പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ സ്നേഹിതൻ ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയം കേട്ടാൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ബൈബിൾ പറയുന്നു, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്ഥിതി മാറും. ഇവിടെ എഴുതിയിരിക്കുകയാണ്, സ്ഥിതി മാറുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് ദൈവം വെച്ചിരിക്കും. ജീവിതത്തിന്റെ ശൂന്യതകൾ മാറി, പരാജയങ്ങൾ മാറി, ഒരു സമൃദ്ധിയുടെ കൊയ്ത്ത് നിനക്കും ദൈവം വെച്ചിരിക്കുക. നമുക്കൊന്നിച്ച് കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്കൊരു കൊയ്ത്ത് ഒരുക്കി തരണമേ. നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഗതികേട് എന്ന് മാറും, എൻ്റെ ശൂന്യത എന്ന് മാറും, എൻ്റെ പരാജയം എന്ന് മാറുമെന്ന് 100 ചോദ്യങ്ങളുമായി 100 പ്രാവശ്യം ദൈവത്തിന് മുമ്പിൽ എത്തിയ നിന്നോട് ദൈവം സംസാരിക്കുക, നിനക്കും ഒരു കൊയ്ത്തുണ്ട്. ജീവിതത്തിന്റെ ഗതികേടുകൾ മാറി എന്നെ ദൈവം അനുഗ്രഹിച്ചു എന്ന് മറ്റുള്ളവരോട് പറയത്തക്ക രീതിയിൽ ഒരു കൊയ്ത്ത്. കൊയ്യണമെങ്കിൽ വിതയ്ക്കാൻ തയ്യാറാകണം. എന്ത് വിതയ്ക്കണം? കണ്ണുനീരോടെ വിതയ്ക്കണം. എന്ത് വിതയ്ക്കണം? വചനം വിതയ്ക്കണം. എന്ത് വിതയ്ക്കണം? ദൈവവേലയ്ക്ക് വിതയ്ക്കണം. ആര് വിതയ്ക്കുന്നോ അവരെല്ലാം കൊയ്യും. കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ ഒരുക്കപ്പെട്ട ആ കൊയ്ത്ത് എത്രയും വേഗം വെളിപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിനക്ക് ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു.